ഫ്രണ്ട്സ്, ഞാൻ ഈ കെട്ടിയരും കൊണ്ട് പോകുന്ന വേറെ എങ്ങോട്ടുമല്ല. ഇന്ന് കോളേജിലെ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. ഈ തൊട്ടടുത്തിരിക്കുന്നത് ആളുടെ പേര് അഹീര എന്നാണ്. കൂടെ ഇരിക്കുന്ന ജോസ്ന. ഇവർ രണ്ടുപേരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം ബോയ്സ് എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലായിരുന്നു ഡ്രസ്സ്. ഞങ്ങൾ ഗ്രീൻ കളർ ബ്ലൗസും പിന്നെ സെറ്റ് സാരി എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗേൾസ് മിക്കവരും ഈ സാരി നേരെ ഉടുക്കുന്നതിൻ്റെയും തിരക്കുകളിലൊക്കെ ആയിരുന്നു. കുറച്ച് പേര് പൂ സെറ്റ് ആക്കുന്നതിന്റെ പരിപാടിയിലായിരുന്നു കേട്ടോ, അത്തപ്പൂക്കളം ഇടാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സിനാണ് ഫസ്റ്റ് പ്രൈസ് പോയത്. ഇപ്രാവശ്യം അത്തപ്പൂക്കളം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഫംഗ്ഷൻ നടക്കുന്നതിന്റെ തലേ ദിവസമാണ് കേട്ടോ എല്ലാവരോടും പറഞ്ഞു ഞാൻ അറേഞ്ച് ചെയ്തത്. അത്തപ്പൂക്കളം നമ്മൾ മാത്രം ഇടാതിരിക്കണ്ടെന്ന് കരുതി ഒന്ന് അറേഞ്ച് ചെയ്തത്. കാരണം ആരും ഇതിന് മുന്നിട്ടിറങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് പോയിട്ട് സെക്കൻഡ് പ്രൈസ് പോലും കിട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കോളേജ് ലൈഫിലെ അവസാനത്തെ ഓണാഘോഷമാണ് കേട്ടോ. എനിക്ക് തോന്നും ഇനി ആരെങ്കിലും പി ജിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഓണാഘോഷം ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ലൈഫിലെ അവസാനത്തെ ഓണപ്പരിപാടിയായിരുന്നു. അതുകൊണ്ട് പറ്റുന്നത്ര അടിപൊളിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രീൻ കളർ തീമിലുള്ളത് ഇത് ഡേ 1 ആണ് കേട്ടോ. ഞാൻ ഡേ 1 ഡേ 2 ഒരുമിച്ചാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഡേ 2 ഡേ 1 ഒരുപാടൊന്നും പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടെന്ന് കരുതി. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേ 1 ആണ് കേട്ടോ. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ അത്തപ്പൂക്കളം. പ്രോഗ്രാംസിനൊക്കെ നല്ല ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 11 മണിക്ക് തുടങ്ങി 1 മണിക്ക് തീരുമെന്ന് പറഞ്ഞ അത്തപ്പൂക്കളം മത്സരം 2 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത്തപ്പൂവൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരെ ഒരുമിച്ചായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിലെ ഇടയ്ക്ക് ഒരു അച്ചാർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നല്ല മധുരവും ഒരു പുളിപ്പും ചെറിയൊരു കയ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി അച്ചാറും ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിക്കറി ആദ്യം ഞാൻ ഇത്ര മധുരത്തോടെ കഴിക്കുന്നത്. അങ്ങനെ ഓരോ ഐറ്റംസ് വന്നു. അതിനുശേഷം സാമ്പാർ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 കൂട്ടം പായസമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അടപ്രഥമന്, രണ്ടാമത് കിട്ടിയിട്ടുണ്ടായിരുന്നത് സേമിയ പായസമായിരുന്നു. ബോളി ഉണ്ടെന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ബോളി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കസേര ചുറ്റൽ മത്സരമായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോയിട്ടോ. ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. നടത്തായിരുന്ന പകുതി പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്യാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡേ 2 ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്ന ഡേ 2 വീഡിയോസ് ആണ് കേട്ടോ. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഡാൻസ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഡാൻസ് ആണ്. ഞാൻ ഇതിൽ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഡാൻസ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് ഈ ഡാൻസ് ഫുള്ള് സെറ്റ് ചെയ്തത്. പറ്റുന്ന പോലെയൊക്കെ പാട്ടൊക്കെ സെറ്റ് ചെയ്തു. 2-3 പാട്ടൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഡാൻസ് ഒക്കെ അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡാൻസ് പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൾച്ചർ പ്രോഗ്രാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ലൈറ്റ് ഇത്രയും വരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അപ്പോൾ എടുത്ത വീഡിയോസിലും മിക്കതിലും ഞങ്ങളെ പകുതി പേരും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗ്രൗണ്ടിലേക്കായിരുന്നു. അവിടെ ആയിരുന്നു വടംവലി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ് വൈസ് ആയിരുന്നു കേട്ടോ വടംവലി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ ആൾക്കാർ ില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് ചേർത്തായിരുന്നു വടം വലിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാണുന്ന കൊല കണ്ടോ, ഇതായിരുന്നു വടം വലിക്കുണ്ടായിരുന്ന സമ്മാനം. അത് കഴിഞ്ഞ് ഫുഡൊന്നും കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന് നേരെ ഞങ്ങൾ DJ കയറി. അടിപൊളി DJ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും ഫുൾ എനർജിയിലായിരുന്നു. ടീമിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാതിരിക്കുന്നത്. ഇവർ Instagram പേജ് തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിന് ആർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. എനിക്ക് കിട്ടുവാണെങ്കിൽ കൊടുത്തിരിക്കാം കേട്ടോ. അടിപൊളി DJ പ്രോഗ്രാം ആയിരുന്നു. DJ എല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോഴായിരുന്നു അടുത്ത അനൗൺസ്മെന്റ് വന്നത്. അടുത്ത പ്രോഗ്രാം കലവടിയാണെന്ന്. പിന്നെ അത് കാണാൻ വേണ്ടി പോയി. ഇത് BCom ടീച്ചറാണ് കേട്ടോ. ടീച്ചറായിരുന്നു കലവടി ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് കലവടിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടിന് വേണ്ടി ഒരുത്തിനെ വിളിച്ചുകൊണ്ട് പോയി. അവനാണ് ഈ നീല ഷോള് കെട്ടി ഇവിടെ കലവടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അവൻ ഓടിപ്പോയി മത്സരത്തിന് പങ്കെടുത്തു. ആദ്യം ഞാൻ കരുതി പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരിക്കുമെന്ന്. പിന്നീട് ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായി പറഞ്ഞു കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവന് കലവടിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ കലം കൊണ്ട് ഓടുന്നവനെ കണ്ടില്ലേ, അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കലം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറയാമല്ലോ, എൻ്റെ മനസ്സിൽ വന്ന എല്ലാവിധ തെറിയും ഞാൻ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എങ്ങനെയും സപ്പോർട്ട് ചെയ്ത് കല ഇപ്പം അടിക്കും എന്ന് പറഞ്ഞ് വരുമ്പോഴായിരിക്കും ഇവ കലം എടുത്തുകൊണ്ട് മാറ്റി വയ്ക്കാൻ പോകുന്നു. പിന്നീടാണ് അറിഞ്ഞത് ആകെ ഒരു കലയേ ഉള്ളൂ. കുറച്ചുകൂടി സമയം ഈ മത്സരം നീട്ടാൻ വേണ്ടിയാണ് അവൻ ഈ കലവും കൊണ്ട് ഓടി നടന്നതെന്ന്. അവന് പറഞ്ഞുകൊടുത്ത് അവസാനം എൻ്റെ തൊണ്ട വരെ പൊട്ടി. ഈ വീഡിയോ ഞാൻ അവന് കല അടിച്ച ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലുള്ള കാർച്ച എൻ്റെ തന്നെയാണ്. അങ്ങനെ കോളേജ് ലൈഫിലെ അവസാനത്തെ ഓണപ്പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു റോഡിൽ. അത് മാത്രമല്ല നല്ല സങ്കടവും ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഇനി ഇങ്ങനെ ഒരു ഓണാഘോഷം എൻ്റെ ലൈഫിൽ ഇനി ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്നലെ കൊണ്ട് ഓണമൊക്കെ തീർന്നെന്നറിയാം. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.